സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യം നല്ല അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഒത്തിരി ആളുകളിലുള്ള ഒരു പ്രശ്നമാണ് അലർജി. അലർജി ഇല്ലാത്തൊരു വളരെ ചുരുക്കമാണ്. പല ടൈപ്പ് അലർജികളുണ്ട്. ചിലർക്ക് ശക്തിയായ ശ്വാസം മുട്ടലായിരിക്കും. പ്രത്യേകിച്ച് ഈ കോവിഡൊക്കെ വന്നതിന് ശേഷം ധാരാളം ആളുകളിൽ ശ്വാസകോശത്തിനൊരു ചുരുക്കവും കഫക്കെട്ടും മാറാതെ നിൽക്കുന്ന അവസ്ഥാവിശേഷമുണ്ട്. അപ്പം മാറാതെ നിൽക്കുന്ന കഫത്തെ നമുക്ക് അകറ്റാം, നിർത്താതെ വരുന്ന ചുമയെ നമുക്ക് അകറ്റാം, ശ്വാസകോശത്തെ നമുക്ക് ഉണർത്തിയെടുക്കാം, ശരീരമാസകലം വരുന്ന ചൊറിച്ചിലിനെ നമുക്ക് അകറ്റാം. വ്യത്യസ്ത തരങ്ങളിലുള്ള അലർജിയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുക. അപ്പം അതിന് വേണ്ടത് ഈ തുടക്കം മുതൽ അവസാനം വരെ കാണുക. അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ആവശ്യത്തിലേക്കുമുള്ള ലളിതമായിട്ടുള്ള പോം വഴികൾ, ഗൃഹവൈദ്യ വീട്ടറിവുകൾ ഞാൻ നൽകുന്നുണ്ട്. അപ്പം അത് കൃത്യമായി മനസ്സിലാക്കാനും അത് നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കുവാനും ധാരാളം ആളുകളിലേക്ക് അത് ഷെയർ ചെയ്യാനും ഒക്കെ ഉപകരിക്കണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്, കാണുന്നവരൊക്കെ. കാരണം അത് കുറവാണ് കാണിക്കുന്നത്. അപ്പം ആ ലൈക്ക്, എല്ലാവരുടെയും ഒരു ലൈക്ക് വരുമ്പോൾ എനിക്ക് മനസ്സിലാവും എല്ലാവരും അത് താല്പര്യപൂർവ്വം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ടൊന്ന് ചെയ്യാൻ മറക്കരുത്. ഈ ദിവസങ്ങളിലൊക്കെ നല്ല നല്ല വിഷയങ്ങളാണ് വരിക. കഴിഞ്ഞ നാളുകളിലൊക്കെ നല്ല നല്ല വിഷയങ്ങൾ ഞാൻ നൽകിയിട്ടുമുണ്ട്. അപ്പം ഇന്ന് പ്രധാനമായിട്ടും അലർജിയെക്കുറിച്ച്, വ്യത്യസ്ത തരങ്ങളിൽ അലർജിയുണ്ട്. നിർത്താത്ത ചുമയാണ് എങ്കിൽ, കഫക്കെട്ടും ചുമയും മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലളിതമായിട്ടുള്ള ഒരു മാർഗം ഉപയോഗിക്കാം. അതിതാണ് 1 ടീസ്പൂൺ നല്ല മഞ്ഞൾപ്പൊടി. നല്ല മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ കടകളിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയോട് എനിക്ക് താല്പര്യമില്ല. നമുക്ക് വീട്ടിലൊരു 2 കിലോ, ഇപ്പം വിദേശ നാടുകളിലൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവരവരുടെ വീടുകളിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുപോകണം. അങ്ങനെ ചെയ്യണം. അല്ലാണ്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങി ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പ് കുറവാണ്. നല്ല മഞ്ഞൾപ്പൊടി. അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ കർഷകർ തോലോട് കൂടിയാണ് പുഴുങ്ങി ഉണങ്ങി പൊടിക്കുക. അപ്പോൾ തോല് ധാരാളം വരരുത്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പുഴുങ്ങി കഴിഞ്ഞിട്ട് ആ തോലൊന്ന് ചിരണ്ടി കളയുക. പുഴുങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ തോല് ചിരണ്ടി കളയാൻ എളുപ്പമാണ്. അങ്ങനെ അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക നമ്മുടെ മിക്സിയിൽ, കുറച്ച് നമ്മുടെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട്. അതൊരു നല്ല ചില്ലുപരണിയിലിട്ട് വയ്ക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, തേനൊഴിച്ച് ചാലിക്കുക ആദ്യം. അതിനുശേഷം 15 തുള്ളി ചെറുനാരങ്ങ നീരൊഴിച്ച് ചാലിക്കുക. ഒരു ദിവസം വലിയ കടുത്ത ചുമയാണ് 2 നേരം കഴിക്കാം, അല്ലെങ്കിൽ 1 നേരം മതി. അങ്ങനെ നമുക്ക് 5 ദിവസം അടുപ്പിച്ചും കഴിക്കുക മതി. പിന്നെ എന്തെങ്കിലും പ്രയാസമുള്ളപ്പോൾ കഴിച്ചാൽ മതി. അപ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ശക്തമായ ചുമയും കഫക്കെട്ടും ഉറപ്പായിട്ട് നിന്നിരിക്കും. ശ്വാസമുട്ടൽ കൊണ്ടുള്ള ചുമയാകാം, ക്ഷയരോഗം കൊണ്ടുള്ള ചുമയാകാം, അലർജി കൊണ്ടുള്ള ചുമയാകാം. അതിനൊക്കെ പരിഹരിക്കാനായിട്ടുള്ള ഒരു നല്ല ലളിതമായ മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇനി മറ്റൊരു അലർജി എന്ന് പറയുന്നത് എപ്പോഴും തുമ്മലും ചുമയും ശ്വാസം മുട്ടലും ഒക്കെ ആയിട്ട് പോകുന്ന അലർജി. അതിന് ഏറ്റവും ബെസ്റ്റ് കുടകനില. 2 ഇല, അത് ഈ വീഡിയോയിലിടാം. 2 ഇല കുടകനിലയും 2 കുരുമുളകും എന്നും ചവച്ച് രാവിലെ തിന്നുക. അത് കുറച്ച് ദിവസം പതിവാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ കുടകനില എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ വെള്ളമുത്തൽ എന്നും പറയുന്നു. അതിൻ്റെ പിക്ചർ ഇടാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി വിദേശത്താണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇത് കിട്ടുന്നില്ല എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം,
ഒരു സാധാ പെയിൻറ്റ് ബക്കറ്റിലോ അല്ലെങ്കിൽ ഇച്ചിരി ബലമുള്ള ബക്കറ്റുകൾ, പ്ലാസ്റ്റിക് ബക്കറ്റ് അല്ലാത്ത, അതിൽ ഇച്ചിരി ചാണകപ്പൊടിയും മണ്ണും കൂടെ നിറച്ചിട്ട് ഇതിൻ്റെ ചോട് കുഴിച്ചിട്ടാൽ അത് വള്ളി പോലെ പടരും. തൂക്കിക്കെട്ടി നിർത്തിയാൽ മതി, പട്ടി പൂച്ച ഒന്നും കയറാതിരിക്കാനായിട്ട്. അത് നമ്മൾ ഉച്ചഭക്ഷണത്തിലൊന്ന് ചമ്മന്തി അരച്ച് കൂട്ടിക്ക് ബെസ്റ്റാണ്. പഴയ കാലത്ത് അതിനെ ബ്രഹ്മി എന്നാണ് പറയുന്നത്. ഓൾ ടൈപ്പ് അലർജിയെ ചെറുക്കാനായിട്ട് ഈ കോമ്പിനേഷനിൽ പല കോമ്പിനേഷനുണ്ട്. കുടകന്നേലയും പച്ചമഞ്ഞളും കൂടി അരച്ച് നമുക്ക് അൾസറിന് കഴിക്കാം, തൈരിൽ ചേർത്ത് അൾസർ മാറും. എന്നാൽ ഈ കുടകനൽ 2 പച്ചയോടുകൂടി 2 എടുക്കുക, നന്നായിട്ട് വൃത്തിയാക്കുക, കഴുകി തുടയ്ക്കണം. അപ്പോൾ ഇതുപോലെ നട്ട് വളർത്തിയിട്ടാണെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ട. അല്ലെങ്കിൽ പട്ടി, എലി, പൂച്ചയൊക്കെ കയറാം. അപ്പം അങ്ങനെ കയറാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിൽ ചെയ്യണം. നട്ട് നമ്മൾ വളർത്തണം. വീടിൻ്റെ മുമ്പിലായിട്ട് ഒരു അല്പം ഉയരത്തിൽ ഒരാൾ നമ്മുടെ കൈയെത്താവുന്ന ദൂരത്തിൽ തൂക്കിയിട്ടാൽ അതിനകത്ത് വരുന്ന കാടുകളെ പറിക്കാനും അതിനെ വെള്ളം നനച്ചു കൊടുക്കാനൊക്കെ പറ്റും. അങ്ങനെ ആ കുടകനിലെ 2 കുരുമുളകും ദിവസം രാവിലെ വെറും വയറ്റിൽ കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അത് ഓൾ ടൈപ്പ് അലർജിയെ ചെറുക്കാനായിട്ട് സഹായിക്കും. പിന്നെ മറ്റൊന്ന്, നമ്മൾക്ക് ചൊറിച്ചിലാണ്. പലർക്കും ചൊറിച്ചിലുണ്ടാകും. അപ്പോൾ ചൊറിച്ചിലുണ്ടാകുന്നത് എങ്ങനെയാണ്? അലർജി കൊണ്ടാണ്. പല കാരണങ്ങൾ കൊണ്ട്. ചില പൂക്കളെതിരായിരിക്കാം, ചില ചെടികളെതിരായിരിക്കാം, ചില മരങ്ങളെതിരായിരിക്കാം, നമ്മൾ പുതക്കുന്ന കമ്പിളി നമുക്കെതിരായിരിക്കാം, അടുക്കി വെച്ച അലമാരിയിലെ ഡ്രസ്സുകൾ എടുക്കുമ്പോൾ നമുക്ക് തുമ്മലും ചൊറിച്ചിലും ഒക്കെ വരാം. വീടിനകം അടിച്ചു വാരുമ്പോൾ വേണം ചൊറിച്ചിൽ വരാം. ചുക്രി വലയൊക്കെ തട്ടിക്കളയുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ വരാം, തുമ്മൽ വരാം. അപ്പോൾ ഈ തുമ്മലൊക്കെ വരുന്നതിനും ശ്വാസം മുട്ടലിനും കഫക്കെട്ടിനും കുരുമുളകും കുടകനിലയും കൂടെ കഴിക്കുമ്പോൾ, നിർത്താത്ത ചുമ കൊണ്ടുള്ള അലർജിയാണെങ്കിൽ ചുമയുടെ അലർജിയുടെ ലക്ഷണമായിട്ട് നമ്മൾ ചുമയ്ക്കുന്നുവെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ മഞ്ഞൾപ്പൊടിയിൽ തേനൊഴിച്ച് ചാലിച്ച് ചെറുനാരങ്ങ നീര് 15 തുള്ളി കൂടെ ചേർത്ത് ദിവസം 2 നേരം 5 ദിവസം കഴിക്കുക. മാറിപ്പോകും, ഉറപ്പായിട്ട് മാറും. ഒരുപാട് കാലങ്ങളായിട്ട് ചുമച്ച് വിഷമിച്ച ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, അവർക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ്, അനുഭവങ്ങളിൽ നിന്നെടുത്താണ് ഞാനിത് പറയുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും കേരളത്തിന് വെളിയിലുമൊക്കെ നമുക്ക് എൻ്റെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ചിലപ്പോൾ 2-3 ദിവസം കൂടുമ്പം 40-50K ഒക്കെ വരുന്നുണ്ട്, ആളുകൾ കാണുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പോൾ തെളിവ് മാത്രമല്ല, അവരുടെ കമൻസിൽ പലപ്പോഴും പറയാറുണ്ട്. ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ ആളുകൾ പറയാറുണ്ട്, അന്ന് പറഞ്ഞ അറിവ് ഞങ്ങൾ ചെയ്തപ്പോൾ നല്ല മാറി, കുറവുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അതുകൊണ്ടാണ്, ഈ അനുഭവങ്ങളിലെടുത്താണ് ഞാനിത് നിങ്ങളുമായി ഈ നിമിഷം പങ്കുവയ്ക്കുക എന്ന് മറക്കരുത്. ഇനി കടുത്ത ചൊറിച്ചിലോട് കൂടിയുള്ള അലർജിയാണ് എങ്കിൽ താന്നിയുടെ ഇല, താന്നിമരം, അതിൻ്റെ കുറച്ച് ഇല പച്ച, വേനലാകുമ്പോൾ കൊഴിഞ്ഞ് ഉണക്കയാവും, ഉണങ്ങിയ ഇലയായിരിക്കും. അപ്പോൾ ഉണങ്ങിയ ഇല ഇട്ട് വെള്ളം തിളപ്പിക്കുന്ന ഏറ്റവും ബെസ്റ്റ്. അത് ചുവന്ന കളറായിരിക്കും. ഇപ്പോൾ വേനൽക്കാലത്ത് ഉണ്ടായാലും നമുക്കത് പെറുക്കിയെടുത്ത് തിളപ്പിച്ച് കുളിക്കാവുന്നതാണ്. ഇനി പച്ചയാണെങ്കിൽ പച്ച കളറായിരിക്കും, അതുകൊണ്ട് കുളിക്കാം. പക്ഷേ പച്ചയേക്കാൾ കുറച്ചുകൂടെ നല്ലതൊന്ന് ഉണങ്ങിയെടുക്കുന്നതാണ് നല്ലത്. 10 ഇല കൊഴിഞ്ഞു വീഴാത്ത സമയമാണെങ്കിൽ കുറച്ച് പച്ച ഇല പറിച്ച് അടുപ്പിൻ്റെ തട്ടിലിട്ടാൽ മതി. തീ കത്തിക്കുന്ന അടുപ്പിൻ്റെ തട്ടിലിട്ടാൽ അവിടെ കിടന്ന് ഉണങ്ങിക്കോളും. മഴക്കാലമാണെങ്കിൽ. വേനൽക്കാലമാണെങ്കിൽ മുറ്റത്തിട്ട് ഉണങ്ങാം. വേനൽക്കാലത്ത് പേടിക്കേണ്ട, വേനൽക്കാലത്ത് കൊഴിഞ്ഞ് അതിൻ്റെ ചോട്ടിൽ തന്നെ വീഴും. അപ്പോൾ ചൊറിച്ചിൽ കൊണ്ടുള്ള അലർജിയെ പരിഹരിക്കാനായിട്ട് താന്നിയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കുക. എല്ലാ ദിവസവും ചെയ്തു, വളരെ ബെസ്റ്റാണ്. ചുമ കൊണ്ടുള്ള അലർജിയാണെങ്കിൽ കുടകൻ്റെ ഈ മഞ്ഞൾപ്പൊടി തേനൊഴിച്ച് ചാലിച്ച് ചെറുനാരങ്ങ നീര് 15 തുള്ളി ഒഴിച്ച് ചാലിക്കുക. പക്ഷേ ഇത് പറയുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾ ചെയ്യരുത്. എങ്ങനെ? മഞ്ഞൾപ്പൊടി ഇട്ട് തേനും ഒഴിച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് ചെയ്യരുത്, തെറ്റ്. മഞ്ഞൾപ്പൊടി തേനും ഒഴിച്ച് ചാലിച്ച് ആ തേനിൻ്റെ കാഠിന്യത്തെ കുറച്ച് അതിന് ശേഷം വേണം 15 തുള്ളി ചെറുനാരങ്ങ നീരൊഴിച്ച് ചാലിക്കാനായിട്ട്. ഇപ്പോൾ ചുമ കൊണ്ട്, കഫക്കെട്ട് കൊണ്ട്,
ശ്വാസം മുട്ടലുള്ള വരുന്നതിന് അതിനും, അതേപോലെ തന്നെ കുരുമുളകും കുടകന്നിലയും കഴിക്കുന്നതും ശ്വാസം മുട്ടലിന് നല്ലതാണ്. ഓൾ ടൈപ്പ് അലർജിക്ക് നല്ലതാണ്. ഇനി ഭക്ഷണത്തിൽ നിന്ന് വരുന്ന അലർജി ആണെങ്കിലോ, 7 ഇതൾ കറിവേപ്പില, വലുതാണെങ്കിൽ 3 മതി, ചെറുതാണെങ്കിൽ 7. 2 ടൈപ്പ് കറിവേപ്പിലയുണ്ട്. ആ കറിവേപ്പില കെട്ടുകണക്കിന് ചപ്പ് വെട്ടാവുന്ന കറിവേപ്പിലയുണ്ട്. അതല്ല കേട്ടോ വേണ്ടത്, കുറച്ചലേ ഉണ്ടാവുള്ളൂ. ആ ടൈപ്പ് കറിവേപ്പിലയാണ് നല്ലത്. അതാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കേണ്ടത്. മണമൊക്കെ എല്ലാത്തിനും രണ്ടിനും കിട്ടും, പക്ഷേ ഇതാണ് ഗുണത്തിൽ കൂടുതൽ. ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് അലർജി. ചിലർക്ക് ഇറച്ചി അലർജി ആകാം, ചിലർക്ക് പാൽ അലർജി ആകാം, ചിലർക്ക് മറ്റു ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ അലർജി ആയിരിക്കാം. അങ്ങനെ വരുന്ന അലർജികൾ എന്ത് ഭക്ഷണമാവട്ടെ, ആ ഭക്ഷണത്തെ നമ്മുടെ ശരീരത്തിന് സ്വീകാര്യമാക്കാൻ 7 ഇതൾ ഓർക്കണം. വലുതാണെങ്കിൽ 3 ഇതൾ, ചെറുതാണെങ്കിൽ 7 ഇതൾ. അതിൻ്റെ തണ്ടോടുകൂടി ഒരു ഇതളിൽ, ഒരു ഇതളെന്ന് പറയുന്നത് 5, 5, 10, 11 ഇലയുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു 7, ചെറുതാണെങ്കിൽ, വലുതാണെങ്കിൽ 3, ചെറുതാണെങ്കിൽ 7. അതും ഒരു കഷ്ണം പച്ചമഞ്ഞൾ തോല് കളഞ്ഞ് ചേർത്ത് അരകല്ലിൽ വെച്ച് അരക്കണം. നല്ലത് അതാണ്. ഇനിയിപ്പോൾ നിവൃത്തിയില്ലെങ്കിൽ മിക്സിയിൽ അരക്കുക, സാധിക്കുമെങ്കിലൊക്കെ അരകല്ലിൽ വെച്ച് അരക്കുക. അരച്ചിട്ട് ഇത്തിരി തൈരിൽ കിടക്കാൻ നേരത്ത് കഴിച്ച് കിടക്കുക. ഒരു 21 ദിവസം അടുപ്പിച്ചും കഴിച്ച് ഉറപ്പായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തോടുള്ള അലർജി മാറും. അപ്പോൾ ഓർക്കണം, നമുക്ക് എത്ര തരം അലർജികൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടുള്ള അലർജി, നമ്മൾ ഉപയോഗിക്കുന്ന പ്രകൃതിയോട് നമ്മൾ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന പല സാധനങ്ങൾ കൊണ്ടുണ്ടാകുന്ന അലർജി, നമുക്ക് ആ അലർജിയുടെ ഭാഗമായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഈ ഭക്ഷണത്തോടുമൊക്കെ. എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ AECയും IgEയും വളരെ കൂടുതലായിരിക്കും. AEC എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഈസിനോഫീലിയ കൗണ്ട്, പ്രതിരോധ ശേഷിയുമായിട്ട് വരുന്ന ഒരു അലർജി ഉണ്ട്, അതാണ് IgE. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ അലർജി ആയിട്ട് ധാരാളം ആളുകൾ കാണിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ അലർജി ആയിട്ട് വരുന്ന ആളുകളിലൊക്കെ IgE ചിലർക്ക് 2500 എത്രയോ മുകളിലായിരിക്കാം, ചിലർക്ക് 5000 മുകളിലായിരിക്കാം, ചിലർക്ക് 25,000 വരെ ഉണ്ടാകാം, അങ്ങനെ വരാം. അപ്പോൾ നമ്മൾ ജനിക്കുമ്പം മുതൽ ഒരു കുഞ്ഞിന് വേണ്ടത് 100 മരണം വരെ. അത് കൂടുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഓർക്കണം, നമ്മളുടെ രക്തത്തിൽ എല്ലാ സാധനങ്ങളും വേണം. കൊളസ്ട്രോൾ വേണം, അത് കൂടാൻ പാടില്ല, കുറയാനും പാടില്ല. പ്രമേഹം വേണം, അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. മഞ്ഞപ്പിത്തം വേണം, അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കണ്ടോ, എല്ലാ സാധനങ്ങളും നമ്മുടെ ശരീരത്തുണ്ട്, എല്ലാ ഘടകങ്ങളും നമ്മുടെ ശരീരത്തുണ്ട്. അതിനെയൊക്കെ തുല്യ നിലയിൽ കൊണ്ടുപോകുക എന്ന ദൗത്യമാണ് വേണ്ടത്. അപ്പം അതിന് ആകെ തുകയായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ശരീരം അകവും പുറവും മലിനമാകാതിരിക്കുക. ആ മാലിന്യങ്ങളെ നമ്മൾ തുടച്ചു നീക്കുക. ആ മാലിന്യങ്ങളെ നമുക്ക് കളയാനായിട്ട് നമുക്കൊരു പുല്ലുണ്ട്, പർപ്പടക പുല്ല്. അതിൻ്റെ പിക്ചറിടാം. പർപ്പടക പുല്ലെന്ന് പേരെഴുതി തന്നെ പിക്ചറിടാം. ആ പർപ്പടക പുല്ല് സമൂലമെടുത്ത് കഴുകി ഇടിച്ചു പിഴിഞ്ഞ നീര് നമ്മൾ കഴിക്കുക. ആഴ്ചയിൽ ഒരു 2-3 ദിവസം കഴിക്കുന്നത് നല്ലതാണ്. നമ്മൾ പല ഫാസ്റ്റ് ഫുഡുകളും പല ഭക്ഷണങ്ങളും മാംസാദികളും വിഷം കൊണ്ടും മലിനമയമാക്കിയിട്ടുള്ള പച്ചക്കറികളുമൊക്കെ കഴിക്കുന്നവരാണല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെയുള്ള ആ ശരീരത്തെ മാലിന്യങ്ങളെ തുടച്ചു നീക്കാനായിട്ട് നമുക്കിതിന് കഴിയും. ഓർക്കുക, ശാരീരിക മാലിന്യങ്ങളെ നമ്മൾ തുടച്ചു നീക്കുമ്പോഴാണ് ശരീരത്തെ പ്രത്യേകിച്ച് അലർജിയൊന്നും ഉണ്ടാകാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുക. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2-3 കാര്യങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്ന നിലക്ക്
വെള്ളം കുടിക്കാനായിട്ട് ആരും മറക്കരുത്. 2 നല്ല വ്യായാമം വേണം മസ്റ്റായിട്ട്. എന്തിനാ? ശരീരത്തിന് എല്ലാ ഭാഗവും ഇളക്കം കിട്ടണം. 3 മണ്ണിലൂടെ നിങ്ങൾ ചവിട്ടി നടക്കണം. ആ മണ്ണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ വേസ്റ്റേജിനെ വലിച്ചെടുക്കും. മണ്ണിലേക്ക് നമ്മൾ മടങ്ങും. അവസാനം ആ മണ്ണിനോട് ഇഴുകിച്ചേർന്ന് അലിഞ്ഞില്ലാതായി മണ്ണിനെ ശുദ്ധീകരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഈ പ്രകൃതി നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രകൃതി നമ്മളുടെ സ്വന്തമാണ്. ആ പ്രകൃതിയിൽ തന്നെ നമുക്ക് ഉപദ്രവകാരികളായ പലരുമുണ്ട് എന്ന് നാം മറക്കരുത്. പല ചെടികൾ, പൂക്കൾ, കായകൾ, പുഷ്പങ്ങൾ, എന്ത് സാധനങ്ങളായാലും ചിലതൊക്കെ എല്ലാവർക്കും എതിരായിരിക്കും. ചിലർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് ആവശ്യമായ ഇമ്മ്യൂണിറ്റി ഉണ്ട്. അവരുടെ അലർജിയിൽ ഒരിക്കലും കൂടുതലില്ല. അലർജി വരേണ്ട പ്രശ്നങ്ങൾ അവരുടെ ശരീരത്തിലില്ല. അതുകൊണ്ടാണ് അവർക്ക് കുഴപ്പങ്ങളില്ലാതെ വരുന്നത്. കുഴപ്പങ്ങളുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് ഓർക്കുക, ഇന്ന് ഈ തിരിച്ചറിവുകൾ, ഇന്ന് കേട്ട ഈ നല്ല ചിന്തകൾ, നല്ല അറിവുകൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ പങ്കുവയ്ക്കുകയും, ഇനി നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഈ രീതിയിലുള്ള അലർജിക്കാരുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് ഈ അറിവ് അനേകായിരം ആളുകളിലേക്ക് കടന്നു ചെല്ലട്ടെ. അവരൊക്കെ ഇതുകൊണ്ട് കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും. എത്രയോ നാളുകളായിട്ട് ഇംഗ്ലീഷ് മരുന്ന് അലർജിക്ക് കഴിച്ചിട്ട് മാറാതെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെ ഗുണകരമാകട്ടെ എന്നോർത്താണ് ഈ വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുക. ഈ വീഡിയോ നിങ്ങൾ കാണണം, നിങ്ങൾ ധാരാളം പേരിലേക്ക് ഷെയർ ചെയ്യണം, അതൊന്ന് ലൈക്ക് ചെയ്യണം. ഈ നല്ല അറിവുകൾ, ഇന്ന് ഇവിടെ നൽകിയിട്ടുള്ള നല്ല അറിവുകൾ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. അവർക്കൊക്കെ ഇത് ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹമായി നമ്മൾ വളരട്ടെ. നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് അലർജിയില്ലാതെ, മറ്റ് പ്രശ്നങ്ങളില്ലാതെ, ശാരീരിക മാനസിക വളർച്ചയുള്ള നല്ല കുഞ്ഞുങ്ങളായി, നന്നായി പഠിക്കുന്ന നല്ല മിടുമിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികൾ വളരട്ടെ. ഈ ഭാവി തലമുറ നന്നായി വരാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറകൾ നന്നാവുന്നില്ല എങ്കിലാണ് നമ്മളുടെ പല കാര്യങ്ങളും അന്യം വന്ന് പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് ഭാവിയും ആയുസ്സും ആരോഗ്യവും ഒക്കെ നമുക്ക് വേണം. അതിന് നമുക്ക് ഈ കിട്ടിയ അറിവുകൾ നിങ്ങൾ സ്വന്തമാക്കണം, അത് നിങ്ങൾ പ്രാവർത്തികമാക്കണം. നന്ദി, നമസ്കാരം.